സംസ്ഥാനമെങ്ങും മഴ കനത്തതോടെ നാശനഷ്ടങ്ങളും വ്യാപകമായി. 24 മണിക്കൂറിനിടെ 3 പേർ മരിച്ചു. കാറ്റിലും മഴയിലും വ്യാപകമായി കൃഷി നശിക്കുകയും വൈദ്യുതി ബന്ധം തകരാറിലുമായി. ട്രെയിൻ, റോഡ് ഗതാഗതത്തെയും മഴ കാര്യമായി ബാധിച്ചു. സംസ്ഥാനത്ത് ശക്തമായ കാറ്റും മഴയും തുടരുകയാണ്. തിരുവനന്തപുരം ചെമ്പഴന്തിയിൽ മരം വീണ് തകർന്ന വീട്ടിലുണ്ടായിരുന്ന വയോധിക അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വെമ്പായത്തും വീടിനു മുകളിൽ മരം വീണു. വിഴിഞ്ഞത്ത് വള്ളം മറിഞ്ഞ് പുല്ലുവിള സ്വദേശി തഥയൂസ് മരിച്ചു. ഒരാളെ കാണാതായി. വർക്കല ഹെലിപാഡിൽ പാർക്ക് ചെയ്തിരുന്ന കാറിന് മുകളിൽ മരം വീണു. പാപനാശം തീരത്ത് നിന്ന് വിനോദസഞ്ചാരികളെ ഒഴിപ്പിച്ചു. കഴക്കൂട്ടത്ത് സൈനിക നഗറിൽ വീടിന്റെ മേൽക്കൂര പറന്നുപോയി. കൊല്ലത്ത് കാര്യമായ നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ചാത്തന്നൂർ നാഷണൽ ഹൈവേയിൽ മരം കടപുഴകി. വൈദ്യുതി ബന്ധം മണിക്കൂറുകൾ തടസ്സപ്പെട്ടു. കൊട്ടാരക്കര പുത്തൂർ ചീരങ്കാവ് റോഡിൽ 11 kV പോസ്റ്റ് റോഡിലേക്ക് മറിഞ്ഞു. വാളകം അണ്ടൂരിൽ ആഞ്ഞിലി മരം വീടിന് മുകളിലേക്ക് പതിച്ചു. കിഴക്കൻ മേഖലയിലും ശക്തമായ കാറ്റിൽ വ്യാപക നാശനഷ്ടം ഉണ്ടായി. അഞ്ചലിൽ കടകളുടെ ബോർഡുകൾ നിലംപൊത്തി. വെട്ടിക്കവല ക്ഷേത്രത്തിലെ ആൽമരം കടപുഴകി വീണു. മൈനാഗപ്പള്ളിയിൽ ശക്തമായ മഴയിൽ ഇരുനില കടമുറി കെട്ടിടം ഇടിഞ്ഞു താഴ്ന്നു. പത്തനംതിട്ടയിലും വ്യാപക നാശമുണ്ട്. നിരവധി വീടുകൾ തകർന്നു. 150-ലധികം വൈദ്യുത പോസ്റ്റുകൾ ഒടിഞ്ഞു വീണു. നദികളിൽ ജലനിരപ്പും ഉയരുകയാണ്. ആലപ്പുഴയിൽ തോട്ടപ്പള്ളി പൊഴി മുറിച്ചെങ്കിലും കടലിലേക്കുള്ള നീരൊഴുക്ക് ശക്തമാകാത്തതിനെ തുടർന്ന് പലയിടങ്ങളിലും വെള്ളം കയറി. കുട്ടനാട് അടക്കമുള്ള കിഴക്കൻ മേഖലയിൽ വെള്ളക്കെട്ട് രൂക്ഷമായി. പുറക്കാട്, തകഴി പഞ്ചായത്തുകളിലെ കാർഷിക മേഖലയും വെള്ളത്തിലാണ്. നിരവധി കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി. കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ പ്രദേശം വെള്ളത്തിനടിയിലായി. നിരവധി വീടുകൾ വെള്ളത്തിൽ മുങ്ങി. 100-ലേറെ കുടുംബങ്ങളെ ക്യാമ്പുകളിലേക്ക് മാറ്റി. എറണാകുളം തിരുമാറാടിയിൽ മരം വീണ് തൊഴിലുറപ്പ് തൊഴിലാളിയായ വൃദ്ധ മരിച്ചു. അമ്മാംകുളത്തിൽ അന്നക്കുട്ടിയാണ് മരിച്ചത്. ചെറായി തൃക്കിടാപ്പിള്ളിയിൽ വഞ്ചി മുങ്ങി കാണാതായ യുവാവിനായി തെരച്ചിൽ തുടരുകയാണ്. ശക്തമായ കാറ്റിൽ മരം വീണതോടെ പലയിടത്തും വീടുകൾ തകരുകയും വൈദ്യുതി ബന്ധം തടസ്സപ്പെടുകയും ചെയ്തു. കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ പ്രദേശങ്ങളടക്കം സംസ്ഥാനത്തെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. ഇടുക്കി മുള്ളരിക്കുടിയിൽ അംഗൻവാടി കെട്ടിടത്തിന് മേൽ മരം വീണു. 285.13 ഹെക്ടറിൽ കൃഷിനാശമുണ്ടായി. 4,35 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതായാണ് പ്രാഥമിക കണക്ക്. വിളവെടുക്കാറായ വാഴയും ഏലവും എല്ലാം നശിച്ചു. മാട്ടുക്കടയിൽ ഓട്ടോ ഗ്യാരേജിന് മുകളിൽ മരം വീണു. ഗ്യാരേജിലുണ്ടായിരുന്ന 2 വാഹനങ്ങൾ നശിച്ചു. പാലക്കാട് തച്ചനാട്ടുകര ആമരിക്കുണ്ട് പാടശേഖരത്ത് വൻ കൃഷിനാശമുണ്ടായി. കുലച്ച വാഴകൾ നിലംപൊത്തി. കണ്ണൂർ താവക്കരയിൽ വെള്ളപ്പൊക്ക ഭീഷണിയെ തുടർന്ന് 50ഓളം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. എടക്കാട് മാരാക്കണ്ടിത്തോട്ടിൽ പോത്ത് ഒലിച്ചെത്തി. എടക്കാട് ഹുസൻമുക്ക് മാരാക്കണ്ടിത്തോട് കരകവിഞ്ഞു. കാസർഗോഡ് മഞ്ചേശ്വരത്ത് നിർത്തിയിട്ട കാർ ഒലിച്ചുപോയി. ശക്തമായ മഴയിൽ ദേശീയപാതയിൽ നിർമ്മാണം നടക്കുന്ന ചെർക്കളയിൽ മണ്ണിടിഞ്ഞു. ചെർക്കള ചട്ടഞ്ചാൽ വഴിയുള്ള ഗതാഗതം നിരോധിച്ചു. സംസ്ഥാനത്ത് പലയിടങ്ങളിലും മണിക്കൂറുകൾ
മണിക്കൂറുകളോളമാണ് വൈദ്യുതി മുടങ്ങിയത്. ട്രാക്കിലേക്ക് മരം വീണതോടെ ട്രെയിനുകൾ വൈകിയാണ് സർവീസ് നടത്തുന്നത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.